ഏറെ ആരാധകരുള്ള സീരിയൽ താരമാണ് ദേവിക നമ്പ്യാർ. വിവാഹത്തിന് ശേഷം താരം അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ഗായകൻ വിജയ് മാധവനാണ് ദേവികയുടെ ഭർത്താവ്. അടുത്തിടെയാണ് ദേവിക രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത്. വിജയ് മാധവും ദേവികയും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. മകൻ ആത്മജിയുടെ വിശേഷങ്ങളൊക്കെ താരങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച സന്തോഷവും വിജയ് മാധവ് ആരാധകരുമായി പങ്കുവച്ചിരുന്നു. പെൺകുഞ്ഞാണ് ഇപ്പോൾ ജനിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിന്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരങ്ങൾ. ഡെലിവറിക്ക് മുൻപ് ചെക്കപ്പിന് വന്നപ്പോൾ പോലും ആളുകൾക്ക് അറിയേണ്ടത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പേരെന്താണ് എന്നായിരുന്നുവെന്നും അപ്പോഴാണ് ഇത്രയും ആൾക്കാർ കുഞ്ഞിന്റെ പേരറിയാൻ കാത്തിരിക്കുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലായതെന്നുമാണ് വിജയ് മാധവ് പറയുന്നത്. കഴിഞ്ഞ പേരിലുണ്ടായ കോലാഹലങ്ങളാണ് അതിന് കാരണമെന്നും തനിക്കറിയാമെന്നുമാണ് വിജയ് മാധവ് പറയുന്നത്. ഇതൊന്നും ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ വെറൈറ്റി പേര് വേണമെന്ന് വയ്ക്കുന്നതോ അല്ല. എല്ലാം ചിന്തയാണ്. ആ ചിന്തയിൽ ഈശ്വരനിലൂടെ വരുന്നതാണെന്നും വിജയ് മാധവൻ പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞിരുന്നില്ല. ജനിച്ചപ്പോൾ മാത്രമാണ് അറിഞ്ഞത്. അപ്പോഴും എനിക്ക് വന്ന പേര് തന്നെയാണ് ഇപ്രാവശ്യവും ഇടാൻ തീരുമാനിച്ചത്. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദേവികയോട് മാത്രമാണ് ആ പേര് പറഞ്ഞത് എന്നാണ് വിജയ് മാധവ് പറയുന്നത്. കുഞ്ഞിന്റെ പേര് ഓം പരമാത്മ എന്നാണെന്നും 2025 30-ാം തീയതിയാണ് ജനനമെന്നും വിജയ് മാധവ് പറഞ്ഞു. ഈ പേരിന്റെ പേരിൽ ആരും എന്നെ ക്രൂശിക്കരുതെന്നും എല്ലാം ഈശ്വര ചിന്തയിലൂടെ വരുന്നുവെന്നുമാണ് വിശ്വസിക്കുന്നതെന്നും നമ്മുടേതായ ചില വട്ടുകളാണ്, അത് കണ്ടില്ലെന്ന് നിങ്ങൾ നടിക്കുക. ആത്മജയ്ക്കും ഓം പരമാത്മയ്ക്കും നിങ്ങളുടെ സ്നേഹം വേണമെന്നുമാണ് താരങ്ങൾ പറയുന്നത്. പേര് നല്ലതാണെന്ന് പറഞ്ഞും വിമർശിച്ചും ധാരാളം കമന്റുകൾ വരുന്നുമുണ്ട്. പേര് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല പേരാണെന്ന് പറഞ്ഞും കമന്റുകൾ വരുന്നുണ്ട്. എന്നാൽ എന്തു പേരാണിത്? ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പേരും പെൺകുട്ടിക്ക് ആൺകുട്ടിയുടെ പേരും. മക്കൾ വലുതായി വരുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാകൂ. കൂട്ടുകാർ ചിലപ്പോൾ കളിയാക്കാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ.